ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് പേരും സ്ഥലവുമൊക്കെ എഴുതി ലഭിച്ച അനുഗ്രഹം എന്താണെന്ന് ചെറിയ വാക്കുകളിൽ എഴുതി അത് നിങ്ങൾക്ക് സ്റ്റാളിൽ ഏൽപ്പിച്ചാൽ വരുന്ന വ്യാഴാഴ്ചകളിലും തിരുനാളിൻ്റെ ദിവസങ്ങളിലൊക്കെ സൗകര്യപ്രദമായത് വായിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ കൊടുത്തത് ഇന്ന് വായിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമയമുള്ള സമയത്ത് നമ്മളത് വായിക്കുന്നതായിരിക്കും. സന്താന സൗഭാഗ്യത്തിൻ്റെ സാക്ഷ്യങ്ങളും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൂടാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യപ്പെട്ട സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് അൾത്താരയിൽ കുഞ്ഞിനെയായിട്ട് വന്ന് അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്ന. ഞാൻ നെല്ലിക്കാമ്പോയിൽ നിന്നും വരുന്നു. ജൂലൈ 14 ഞായറാഴ്ച എൻ്റെ മോൻ മാലയുടെ മുത്ത് ചെവിയിലിടുകയും എടുക്കുവാൻ ഹോസ്പിറ്റലിൽ നിന്ന് ബുദ്ധിമുട്ടുകയും ചെയ്തപ്പോൾ 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും യാതൊരു തടസ്സവും കൂടാതെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു തടസ്സവും കൂടാതെ ആ മാലമുത്ത് ചെവിയിൽ നിന്നും എടുക്കാൻ സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ കാരാപ്പറമ്പ് സ്വദേശിയാണ്. എൻ്റെ മകന് ലഭിച്ച രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. 4 വയസ്സുള്ള എൻ്റെ മകൻ ഏതിന് പനിയെ തുടർന്ന് ശക്തമായ ചൊറിച്ചിൽ ദേഹമാസകലം അനുഭവപ്പെടാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ചെങ്കിലും ചൊറിച്ചിലിന് യാതൊരു ശമനവും ഉണ്ടായില്ല. തൊലിപ്പുറമേ ഒന്നും കാണാനില്ലായിരുന്നെങ്കിലും കാൽപാദങ്ങളിലെ ചൊറിച്ചിൽ വളരെ അസഹനീയമായിരുന്നു. കുഞ്ഞ് നിർത്താതെ കരയുവാൻ തുടങ്ങി. കുഞ്ഞിന് ഉറങ്ങാൻ പോലും സാധിക്കാതെ വന്നു. ഞങ്ങൾ ആവിലായിൽ വന്ന് യേശുനാമ ജപത്തിൽ പങ്കെടുക്കുകയും റാപ്സൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതൻ ഈശോയുടെ കുഞ്ഞാണ്. ഈശോ ഏതനെ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ എന്നോട് പറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞിൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് എൽസമ്മ. അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. എൻ്റെ അനുജത്തിയുടെ വീട് വിൽക്കുവാനും പുതിയ വീട് വാങ്ങുന്നതിനും ആഗ്രഹിച്ച് ഒത്തിരി അന്വേഷിച്ച് നടന്നു. ഒന്നും ശരിയായില്ല. ഇവിടെ വന്ന് വ്യാഴാഴ്ചകളിലെ തിരുമണിക്കൂർ ആരാധനയിലും ദിവ്യ ബലിയിലും പങ്കെടുക്കുകയും നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. വീട് വിൽക്കുവാനും പുതിയ വീട് വാങ്ങുവാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെൽഫി ബെഞ്ചമിൻ. ഞാൻ 2 വർഷമായി ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ജർമ്മനിയിൽ ചെന്ന് ജർമ്മൻ രജിസ്റ്റേർഡ് നേഴ്സാകാനുള്ള എക്സാം ആദ്യ ചാൻസിൽ തോറ്റു. എക്സാം ജയിച്ചാൽ സാലറി കൂട്ടിത്തരണം. അതുകൊണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും എക്സാം സെൻറ്ററിലെ ആൾക്കാരും കൂടി ഒത്തുകളിച്ച് തോൽപ്പിച്ചതാണ്. എന്നെ കൊണ്ടുപോയ ഏജൻറ്റിൻ്റെ യാതൊരു വിവരവുമില്ല. ഫോൺ സ്വിച്ച് ഓഫും. ഇത് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ നാട്ടുകാരനായ ഒരു ഏജൻറ്റിനോട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു. 5 ലക്ഷം രൂപ തന്നാൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ ശ്രമിച്ചിട്ടത് നടന്നില്ല. ഞാൻ ജർമ്മൻകാരിയായ ഒരു ഏജൻറ്റിനെ സമീപിച്ചപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി വാങ്ങി തരാമെന്നേറ്റു. അവർക്ക് അവിടുത്തെ നിയമങ്ങൾ അറിയാവുന്നതുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ നടത്തി തന്നു. അവരെന്നെ ജോലിക്കെടുത്തു. ഞാൻ പഴയ ഹോസ്പിറ്റലിൽ നിന്നും റിസൈൻ ചെയ്ത് പുതിയ ഹോസ്പിറ്റലിൽ ജൂൺ 5 കയറാനും പറഞ്ഞു. 15 ദിവസം മുമ്പ് അവർ പറഞ്ഞു ജൂലൈ 5 നടക്കുന്ന എക്സാം പാസ്സായിട്ട് മാത്രമേ ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്ന്. എൻ്റെ ജോലി നഷ്ടമായി. ജൂലൈ 4 നടക്കുന്ന എക്സാം എഴുതാൻ എനിക്ക് പേടിയായിരുന്നു.
കാരണം എക്സാം പാസ്സായില്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോരണം. പിന്നീട് ജർമ്മനിയിൽ ജോലി ചെയ്യാനാവില്ല. അപ്പോഴാണ് എൻ്റെ അമ്മ അച്ഛനെ വന്ന് കാണുകയും വീഡിയോ കോളിലൂടെ അച്ഛനെ വിളിച്ചു തരികയും ചെയ്തത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പരീക്ഷ ജയിച്ചാൽ സാക്ഷ്യം പറയണമെന്ന് നേർച്ച നേരാനും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലാനും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുവാനും പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. ജൂലൈ 4 നടന്ന എക്സാമിൽ ഞാൻ പാസ്സായി. വീണ്ടും ഞാൻ ജോലിയിൽ കയറി. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നാരായണി, ചേപ്പറമ്പിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മുട്ടിനും കൈക്കും വേദനയായിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് മുട്ടുകുത്തുവാൻ പറഞ്ഞു. മുട്ടുകുത്തുകയും എഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്കൊരു വേദനയുമില്ല. അതുപോലെ എൻ്റെ കൈയുടെ വേദന അച്ഛൻ എൻ്റെ തോളിൽ തട്ടി പ്രാർത്ഥിച്ചു. കൈ പൊക്കാനും താഴ്ത്താനും പറഞ്ഞു. കൈയുടെ വേദന അതോടെ പൂർണ്ണമായി മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിനി, പെരുമ്പുന്നയിൽ നിന്ന് വരുന്നു. എനിക്ക് 1.5 മാസം മുമ്പ് തലകറക്കവും ഭയങ്കര ക്ഷീണവും കുർബാന സമയത്തുണ്ടായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. റിസൾട്ട് കിട്ടുന്ന സമയം വരെ ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടാകരുതേ എന്ന്. റിസൾട്ട് വന്നപ്പോൾ HB കുറവ്, കാൽസ്യം തീരെയില്ല, BP-യും താന്നു പോകുന്നു. ഒരേ ഉറക്കം തന്നെ, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി ആവിലായി പള്ളിയിൽ പോകുവാൻ പോലും എനിക്ക് സാധിക്കുകയില്ല എന്ന് തോന്നി. ഞാനാകെ തളർന്നു പോയിരുന്നു. ഈശോയോട് ഞാൻ പറഞ്ഞു, വേഗം സുഖമാക്കി തന്നാൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന്. 20-ാം തീയതി ആയപ്പോഴേക്കും പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ആവിലായിൽ വരാൻ സാധിച്ചു. എന്നെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ജെഫ്രി, ഞാൻ എടൂർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ ന്യൂസിലാൻഡ് പോകാനുള്ള വിസ കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഇതെഴുതുന്നത്. കുറച്ച് നാളായി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യം ഞാൻ കുറച്ച് നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി IELTS എഴുതി പാസ്സാകുകയും പിന്നീട് ഓസ്ട്രേലിയക്ക് പോകാൻ ശ്രമിക്കുകയും വിസ റിജക്റ്റ് ആകുകയും എനിക്ക് ഒരുപാട് പണം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ഞാൻ ന്യൂസിലാൻഡ് വിസയ്ക്കായി പരിശ്രമിക്കുകയും ഒരുപാട് തടസ്സങ്ങൾ ഒന്നൊന്നായി വരികയും ചെയ്തു. അപ്പോൾ ഞാൻ റാപ്സനച്ഛനെ കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മെല്ലെ എൻ്റെ ഓരോ തടസ്സങ്ങൾ മാറുകയും എനിക്ക് വിസ കിട്ടുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് തെരസീന, ഞാൻ ചെമ്പനോട ഇടവകാംഗമാണ്. ഞാനൊരു നഴ്സാണ്. 2019 മുതൽ ഞാൻ OET പരീക്ഷ എഴുതി. നിരവധി തവണ എഴുതിയെങ്കിലും റീഡിങ്ങും ലിസണിങ്ങും മൊഡ്യൂളിന് വിജയിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ മാസത്തിൽ ഉരുൾ നേർച്ചയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അച്ഛനെ കാണുകയും എല്ലാ വ്യാഴാഴ്ചകളിലെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഈ സെപ്റ്റംബർ 14 ഞാൻ OET പരീക്ഷ എഴുതി. 24-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. അതിൽ എനിക്ക് ഉന്നത വിജയം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മകൻ അലനു വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഉളിക്കൽ അറബിയിലാണ് എൻ്റെ വീട്. അലന് സ്റ്റുഡൻറ് വിസയ്ക്ക് UK-യിൽ പോകാൻ നിരവധി തടസ്സങ്ങളായിരുന്നു. ലോൺ പാസ്സാകാതെയും വിസ ലഭിക്കാതെയും ഒത്തിരി വിഷമിച്ചു. എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ 2 പേരും വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു.
കൂടാതെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ലോൺ പാസ്സാകുകയും വിസ ലഭിക്കുകയും ചെയ്തു. ഈ മാസം 18-ന് അലൻ UK-യിൽ പോകുവാൻ തീരുമാനിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ ശ്രീകണ്ഠപുരത്തു നിന്നും വരുന്നു. എൻ്റെ കണ്ണിന് ഓർട്ടിക് നെർവിൽ അതിശക്തമായ നീർവീക്കമുണ്ടായി. കണ്ണൂർ ശ്രീചന്ദിലാണ് ന്യൂറോളജിസ്റ്റിനെ കാണിച്ചത്. അയോൺ എന്ന അസുഖമാണെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ലെന്നും ബാക്കി കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ തുടർ ചികിത്സ വേണമെന്നും പറഞ്ഞു. ടെസ്റ്റ് റിപ്പോർട്ടുകളുമായി ഞങ്ങൾ ഇവിടെ വന്ന് റാപ്സൻ അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീടുള്ള ടെസ്റ്റ് റിപ്പോർട്ടിൽ ഓർട്ടിക് നെർവിലെ നീർക്കെട്ട് പൂർണ്ണമായി മാറി കാഴ്ചശക്തി പൂർണ്ണമായി തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വലിയൊരു സാക്ഷ്യമാണ്. കണ്ണിൽ നീർക്കെട്ട് വരികയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് കാഴ്ച തിരികെ കൊടുത്തതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ദാസരുയർത്തതും യേശുനാമത്തിൽ. ഓപ്പറേഷൻ ചെയ്താൽ പോലും കാഴ്ച ശക്തി തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. യേശുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് എലിസബത്ത്, സ്ഥലം പയ്യാവൂർ. ഞാൻ ജർമ്മൻ പഠനം ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷമായി. ഒരുപാട് തവണ പരീക്ഷ എഴുതിയിട്ടാണ് ഞാൻ പാസ്സായത്. ഇടയ്ക്കിടെ ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ആഗസ്റ്റ് മാസത്തിൽ പയ്യാവൂർ ടൗൺ പള്ളിയിൽ വെച്ച് നടന്ന മാസാവസാന ബൈബിൾ കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തു. ജർമ്മനിയിലേക്കുള്ള എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 മാസത്തിന് മുകളിലായിട്ടും എൻ്റെ കോൺട്രാക്റ്റ് വരാതെ വിഷമത്തിലായിരുന്നു ഞാൻ. അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യത്തിന് തയ്യാറായി ഇരുന്നോളാൻ. ആ വാക്ക് ഞാൻ വിശ്വസിച്ചു. സെപ്റ്റംബർ 3-ാം തീയതി ആയപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. 20-ാം തീയതി എനിക്ക് വിസ ലഭിച്ചു. ഒക്ടോബർ 4-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോകുകയാണ്. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് നിമ്മി. ഞാൻ 2-ാം ഇടവകയിൽ നിന്നും വരുന്നു. 2023 ഡിസംബർ മാസം ജർമ്മൻ ഭാഷ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട അച്ഛനെ കാണുകയും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ജർമ്മൻ ഭാഷ B2 പാസ്സാകുകയും വിദേശത്തേക്ക് 2024 ഒക്ടോബർ 2-ന് പോകാനും സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് അഞ്ജു. ഞാൻ ഉരുപ്പുംകുറ്റിയിൽ നിന്നും വരുന്നു. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾ ജർമ്മൻ പഠിക്കുകയായിരുന്നു. ആദ്യ തവണ എക്സാം എഴുതി 4 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ ആവില അമ്മയോടും അവളെ പരീക്ഷയിൽ ജയിപ്പിക്കാൻ പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ കഴിഞ്ഞ ജൂൺ മാസം എല്ലാ വിഷയങ്ങളും പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മോളി മാത്യു, സ്ഥലം വെള്ളരി വയൽ. എനിക്ക് വർഷങ്ങളായി മൂക്കിൽ ദശ വളരുന്ന അസുഖം മൂലം ജലദോഷവും അലർജിയുമായിരുന്നു. ആവിലാപ്പള്ളിയിൽ റാപ്സനച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു 9 വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ. അതിൻ്റെ ഫലമായി 9 വ്യാഴാഴ്ച പ്രാർത്ഥനയിലും ആരാധനയിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി.
പ്രാർത്ഥനയുടെ ശക്തിയാൽ എൻ്റെ അലർജിയും ജലദോഷവും പൂർണ്ണമായും മാറിക്കിട്ടി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മാത്യു. ഞാൻ മാങ്ങോട് നിന്നും വരുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. എൻ്റെ മകൻ PTE പരീക്ഷയ്ക്കും എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നിരുന്നു. ഇതിൻ്റെ ഫലമായി 2 മക്കളും നല്ല സ്കോർ നേടി പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. എൻ്റെ പേര് നിയ. ഞാൻ ആലക്കോട് നിന്നും വരുന്നു. ആവിലായിൽ വന്ന് അച്ഛൻ പറഞ്ഞ പ്രകാരം ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയണമേ, ഈശോയെ എന്നെ വഴി നടത്തണമേ എന്ന പ്രാർത്ഥന എപ്പോഴും ചൊല്ലിയതിൻ്റെ ഫലമായി എൻ്റെ ആദ്യ വർഷം മെഡിസിൻ പരീക്ഷ നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. എൻ്റെ അമ്മയുടെ നടുവേദനയും പൂർണ്ണമായും മാറിക്കിട്ടി. എൻ്റെ ഒരു സഹോദരിക്ക് അവൾ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷനും കിട്ടി. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷാലു. ഞാൻ ചെമ്പേരി ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഖത്തർ വിസ ലഭിക്കുകയും പെട്ടെന്ന് ടിക്കറ്റ് വന്ന് എനിക്ക് ഖത്തറിലേക്ക് പോകുവാനും സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സഞ്ജയ്. സ്ഥലം കരിക്കോട്ടക്കരി. UK ഒരു ജോലി ശരിയാവാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അമ്മ എല്ലാ വ്യാഴാഴ്ചയും ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥന ഇവിടെ കെട്ടിയിടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് UK നല്ലൊരു ജോലി അമ്മ മാതാവും തിരുക്കുമാരനും ഒരുക്കി തന്നു. ഒക്ടോബർ 3-ാം തീയതി ഞാൻ ജോലിക്കായി UK പോകുവാണ്. ഇതിനായി എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ഒക്ടോബർ 14-ാം തീയതിയിലെ ഉരുൾ നേർച്ചയുടെ പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ ജോലി തടസ്സം മാറുക എന്നതും, വിവാഹം നടക്കുക എന്നതും, സന്താന സൗഭാഗ്യം ലഭിക്കുക എന്നതുമായിട്ടുള്ള 3 നിയോഗങ്ങളാണ്. നിങ്ങൾക്ക് ആ നിയോഗങ്ങളോടൊപ്പം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് നിയോഗങ്ങൾ ചേർത്തുകൊണ്ട് ഒക്ടോബർ 14-ാം തീയതി നമ്മളുടെ കാലത്തെ തിരുനാൾ ദിവ്യബലിക്ക് ശേഷം ഉള്ള ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരി. കാരാപറമ്പിൽ താമസിക്കുന്നു. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ചകളിൽ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അപേക്ഷകൾ കെട്ടിയിടുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയും സുഖപ്രസവം ലഭിക്കുകയും മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. എൻ്റെ അനുജത്തിയുടെ തൈറോയിഡ് നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ വിജയകരമായി നടന്നു. ഇളയ മകൾക്ക് +1 നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഐശ്വര്യ ബിജു. ഞാൻ അറബിയിൽ നിന്ന് വരുന്നു. ഞാൻ കേട്ടറ്റ് എക്സാം 2 തവണ എഴുതി പാസ്സാകാൻ പറ്റിയിരുന്നില്ല. പിന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന എക്സാമിന് എനിക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഏഞ്ചൽ. സ്ഥലം അങ്ങാടിക്കടവ്.
കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഷോൾഡറിലും പുറത്തും നീരും അസഹനീയമായ വേദനയും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് എഴുതാനോ ഇരിക്കാനോ കിടക്കാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എന്ന് ഉറക്കെ കൈ പൊക്കി പറയാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടേഴ്സിനെ കണ്ടിരുന്നെങ്കിലും മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നതല്ലാണ്ട് വേദന കുറയുന്ന യാതൊരുവിധ ലക്ഷണവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ഇത് സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയ ഒരു ആർത്രൈറ്റിസ് ആയിരിക്കാം. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തേക്ക് എന്നെ റെഫർ ചെയ്തിരുന്നു തലശ്ശേരി ഹോസ്പിറ്റലിലേക്ക്. പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഈശോയെ അങ്ങയുടെ ഇഷ്ടം എല്ലാ കാര്യങ്ങളും നിറവേറട്ടെ എന്ന് 500 പ്രാവശ്യം ഈ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ഈശോ എൻ്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് അച്ഛൻ ഓ എൻ്റെ ഈശോയെ എന്ന് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയം മുതൽ നീര് ചെറുതായിട്ട് അയയുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു 5 ദിവസം വന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ ആഴ്ച സാക്ഷ്യം പറയാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഷോൾഡറിൽ നീരുണ്ടായിരുന്ന ഭാഗത്ത് അച്ഛൻ്റെ ഉമിനീര് കൊണ്ട് തൊട്ട് തടവുകയും സ്പൈനൽ കോഡിൻ്റെ വേദന ഉണ്ടാകുന്ന ഭാഗത്ത് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ച മുതൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് എൻ്റെ നടുവ് വളഞ്ഞു പോകുന്ന തരത്തിലുള്ള വേദനയായിരുന്നു. ഇവിടെ വന്ന് ഇരിക്കാനോ എനിക്ക് ഈശോയെ ഒന്ന് നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വേദന കുറഞ്ഞു വന്നു. ഇന്ന് ഞാൻ ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് വേദനയോ നീരുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിഷമങ്ങളും ഇല്ല. ഈശോ എനിക്ക് സൗഖ്യം തന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർമ്മല മാതാവിൻ്റെയും അമ്മ ത്രേസ്യയുടെയും മാധ്യസ്ഥത്തിലൂടെ എനിക്ക് സൗഖ്യം നൽകി ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്പൈനൽ കോഡിന് ആർത്രൈറ്റിക്സ് ആയിരിക്കും അല്ലേ എന്ന് ഉള്ള ഒരു നിഗമനത്തിൽ വരെ എത്തിയിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന നട്ടിലൊക്കെ ഉണ്ടായിരുന്ന നീരും അതുപോലെ വേദനയും എല്ലാം പൂർണ്ണമായി മാറാൻ കർത്താവ് സഹോദരി ഇവിടെ വന്നിരുന്ന് മകൾ ഇവിടെ ഇരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു. വചനം ഒരു മരുന്നായി മാറി സ്പൈനൽ കോഡിൻ്റെ ആ ഒരു ആർത്രൈറ്റിക്സ് രോഗപീഠ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം. എൻ്റെ പേര് ഷിൻഡോ, വൈഫിനെ നെയ്തു. ഞങ്ങൾ ചെങ്ങോത്തുനിന്ന് വരുന്നു. അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു. അതായത് കാരണം പറഞ്ഞത് യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുണ്ടെന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പപ്പ എല്ലാ ആഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പപ്പയും അമ്മയും ഇവിടെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ നോസ്ബോൺ കാണിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നേസൽ ബോണ്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 വട്ടം 3 വട്ടം ചെയ്തിട്ടും കിട്ടിയില്ല. ഡോക്ടർ അവസാനം പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ മാസം നോക്കുമ്പോൾ ശരിക്കും കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, ഓക്കെയാണ്, കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി ആകാറായപ്പോഴത്തേനും ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി, ഒട്ടും കൂടുന്നില്ല. 1 മന്ത് പരിപൂർണ്ണ റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. 1 മാസം തികയുന്നതിന് 1 മാസത്തിന് മുമ്പ് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ പറഞ്ഞത് കുട്ടീനെ എന്തായാലും ഇവിടുന്ന് മാറ്റേണ്ടി വരും. പേരാവൂരായിരുന്നു ഹോസ്പിറ്റലിൽ ചെയ്തത്. അതിൻ്റെ എന്തായാലും പരിഹാരത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും, കുട്ടിക്ക് മാറ്റം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ടെസ്റ്റും കാര്യങ്ങളും നടത്തി കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആംബുലൻസൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ച് വെച്ചിരുന്നു. ഈശോയുടെ അനുഗ്രഹത്തെ പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അമ്മയും മോനും 4-ാം ദിവസം തന്നെ ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ സാധിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് അല്ലെ ഒക്ടോബർ മാസത്തിൽ വന്നു പ്രാർത്ഥിച്ച് 3 വർഷമായിട്ട് കുട്ടികളാകാതിരുന്ന ദമ്പതികൾ 3 ഇവിടെ കഴിഞ്ഞ വർഷം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് ഈ വർഷം
കുഞ്ഞിനെയുമായിട്ട് തിരുനാളിന് മുമ്പ് വന്ന് സാക്ഷ്യം പറയാനായിട്ട് കൃപ കൊടുത്തതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ നെയ്സൽ ബോൺ ഇല്ല, അതായത് മൂക്കിൻ്റെ ഈ എല്ലില്ല, ഇവിടെ ഇല്ലാതിരുന്നാൽ, ഉണ്ടായിട്ട് തന്നെ ഇതൊക്കെയാണ് രൂപം, ഇല്ലാതിരുന്നാൽ നമുക്ക് എങ്ങനെയായിരിക്കും? അപ്പോൾ അതുപോലെ അതൊരു വലിയ ക്രിട്ടിക്കൽ പോയിന്റ്. അതുപോലെ ഇല്ല എന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ആ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് ഇവർ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ വരികയും കൊന്തയൊക്കെ കൈ പിടിച്ച് ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. കർത്താവ് കുഞ്ഞിനെ അത്ഭുതകരമായപ്പോൾ ഈ രണ്ട് അത്ഭുതങ്ങളാണ്. ഒന്ന്, വന്ധ്യമായ ഉദരത്തിലേക്ക് കർത്താവ് കുഞ്ഞിനെ അയച്ചു നൽകി. അതുപോലെ കുഞ്ഞിന് ഉണ്ടായിരുന്ന രോഗപീഠകൾ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് സുഖപ്പെടുത്തി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വിളിച്ച ഈശോയേ. കുഞ്ഞിന്റെ മൂക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അച്ഛനാവണോ? വിളിക്കാം, ഈശോയേ. സന്താന സൗഭാഗ്യത്തിൻ്റെ മറ്റൊരു സാക്ഷ്യം കൂടെ നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 8 വർഷങ്ങളായി നമുക്കറിയാം ഏകദേശം 800-ലധികം കുഞ്ഞുങ്ങളെ കർത്താവ് ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ദമ്പതികൾക്ക് നൽകിയിട്ടുണ്ട്. അടുത്തത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടിനു, വൈഫിൻ്റെ പേര് സനിത. ഞങ്ങൾ വരുന്നത് പുലിക്കുരുമ്പയിൽ നിന്നാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷത്തോളമായി. ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു. 3-ാമത്തെ മാസമായപ്പോഴത്തേക്ക് അബോർഷനായിപ്പോയി. അതിനുശേഷം പിന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് പഠിക്കാൻ ഇവള് പോയി. അതിന് വിദേശത്തെത്തി. അതിനുശേഷം ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടും കുട്ടികളുണ്ടാവുന്നില്ല. കഴിഞ്ഞ മെയ്യിൽ നാട്ടിൽ വന്ന് ചെക്കപ്പ് ചെയ്ത സമയത്ത് 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് 90% ക്ലോസ് ആയിട്ടുണ്ട്, ഒന്ന് ഏകദേശം 50%. അപ്പം അതിനുശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു 33 ദിവസം 33 പ്രാവശ്യം പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അവിടെ ചെന്നു. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന തീരുന്ന സമയമായപ്പോഴേക്ക് തന്നെ നമുക്ക് ഇവള് കൺസീവായി. അതിനുശേഷം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ വിളിച്ചു. അച്ഛൻ അന്നേരം പറഞ്ഞു ഉദരത്തിലുള്ള ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് 9 മാസവും ദിവസം തികഞ്ഞ് അതിനുശേഷം പിറ്റേ ദിവസമാണ് ആള് പ്രസവിച്ചത്. നോർമൽ ഡെലിവറി ആയിരുന്നു. ഈശോയെ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 9 വർഷം കുട്ടികളില്ലാതിരുന്ന ഈ ദമ്പതികൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന അവർ ചൊല്ലാൻ തുടങ്ങി. അത് 33 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കൺസീവ് ആവുകയും ഈ വർഷം അടുത്ത മെയ് മാസം ആയപ്പോഴേക്കും ഫെബ്രുവരിയിൽ കുഞ്ഞ് കയ്യിലിരിക്കുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥന നാളെ ഒക്കെ തിരിക്കുമെന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞ് 32 ആഴ്ചയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രീമച്ചുർ ആയിരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് കർത്താവ് ജന്മം നൽകിയതിനെ ഓർത്ത് നമുക്ക് ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. ഇത് വെച്ചാൽ എങ്ങനെ ഈശോ എന്ന് വിളിക്കും? ഇത് എങ്ങനെ മാറ്റുന്നത്? വലിച്ചാൽ മതിയോ? വലിച്ചാൽ മതിയോ? ഈശോയെ എന്ന് വിളിച്ചേ. ഈശോയെ. മൈക്ക് നോക്കുന്നുണ്ട്. കൊച്ചിന് അച്ഛനാവണമെന്ന് ഇഷ്ടമുണ്ട്. അവർക്ക് വിളിച്ച ഈശോയെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.